ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അവി വ്ളോഗ്സിലെ അവിനാഷിൻ്റെയും സ്വാതിൻ്റെയും ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ട് ഡിവോഴ്സ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. അത്യാവശ്യം റീച്ച് പോയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു. അവിനാഷിൻ്റെ സൈഡും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വാതിൻ്റെ സൈഡും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവരെ സഹായിക്കാൻ നിന്നൊരു വ്യക്തിക്ക് കിട്ടിയ പണീൻ്റെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നലെ എങ്ങാനുമാണ് ഞാൻ അവിനാഷിൻ്റെ യൂട്യൂബിൻ്റെ പോസ്റ്റിൻ്റെ സൈഡിൽ ഞാനൊരു പോസ്റ്റ് കണ്ടു. ഞാൻ ആ പോസ്റ്റ് സൈഡ് കൊടുക്കാം. അതും പിന്നെ നമ്മുടെ മൂപ്പൻസ് വ്ളോഗിലെ മൂപ്പൻ്റെ ചാനലിൽ അവിനാഷിൻ്റെ പഴയൊരു വീഡിയോ റിയാക്ട് ചെയ്തൊരു സാധനം കണ്ടു. അപ്പം അത് രണ്ടുമാണ് മെയിനായിട്ട് ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറയാൻ പോകുന്നത്. അത് നമുക്ക് ആ പോസ്റ്റ് എന്താ നോക്കാം. ഞാൻ വീഡിയോ ഇട്ടതിനെ തുടർന്ന് എൻ്റെ എക്സ് വൈഫ് പരാതി കൊടുത്തായിരുന്നു. പോലീസ് വിളിച്ചു. ഞാനും അമ്മയും കൂടെ പോയി ഇന്ന് സ്റ്റേഷനിൽ. എനിക്ക് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്, ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അന്നും ഇന്നും എനിക്ക് യൂട്യൂബ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പുതിയ യാത്രകളായി വരാം. ഇതാണ് സംഭവം. അപ്പം ആദ്യം തന്നെ സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവിനാഷിന് അഗെയിൻസ്റ്റ് സ്വാതി എന്ത് ചെയ്തിട്ടുണ്ട്? കേസ് കൊടുത്തിട്ടുണ്ട്. സ്വാതി കേസ് കൊടുക്കാണ്ട് നിൽക്കില്ല. കാരണം അവിനാഷിൻ്റെ വീഡിയോൻ്റെ താഴെയാണെങ്കിലും ഇനി റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ വീഡിയോൻ്റെ താഴെയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അറിയാം, സ്വാതിക്ക് നല്ല രീതിയിലുള്ള പൊങ്കാല കിട്ടിയിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ കൂടിയും നമ്മളുടെ AB ട്രേഡേഴ്സ്, റൈറ്റ്, AB ഓർ AJ എനിക്കറിയില്ല, ഇവരുടെ ഞാൻ ഈ റീസെൻ്റ്ലി റിയാക്ട് ചെയ്തിട്ടുള്ള അവരും അവരുടെ വീഡിയോയിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അവരുടെ ഫേമിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിട്ടായിരുന്നു സ്വാതിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായതെന്നും അവരുടെ കൂടെയാണ് സ്വാതി പോയിട്ടുള്ളതെന്നും. അപ്പം നല്ല രീതിയിൽ മനസ്സിലായൊരു കാര്യം ഉണ്ടല്ലോ, അബുദാബിയിൽ എത്തിയ സമയം സ്വാതി നൈസായിട്ട് നമ്മുടെ അവിനാഷിനെ അങ്ങ് തേച്ചു. അപ്പോൾ ഓഫ്കോഴ്സ് സ്വാതിക്ക് എന്ത് വരും? ചീത്തവിളി വരും. എവിടെ നിന്ന് ചീത്തവിളി വരും? യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാരുടെ സൈഡിൽ നിന്ന്. എൻ്റെ വീഡിയോൻ്റെ താഴെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വന്ന്. അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ് വന്ന് സ്വാതിക്ക് സഹിക്കുക വയ്യാണ്ട് സ്വാതി എന്ത് ചെയ്തു? കേസ് കൊടുത്തു. കേസ് കൊടുത്താൽ അന്നും ഇന്നും നമ്മളുടെ കോടതിയും പോലീസുകാരൊക്കെ പെണ്ണുങ്ങളെ സൈഡാണല്ലോ. ഒരു ചെക്കനെ തേച്ചിട്ട് പോയി വേറൊരുത്തന്നെ ലൈൻ അടിച്ചാലും തെറ്റില്ല. അവൻ ഇതിനെതിരെ വീഡിയോ ഇടരുത് എന്നാണല്ലോ നമ്മളുടെ ഒരു ലീഗൽ സിസ്റ്റത്തിൻ്റെ ഒരു കളി. അതിന് ഭാഗമായിട്ട് അവിനാഷിന് ഇപ്പോൾ കറൻ്റ് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഇപ്പോൾ സ്വാതി റിയാക്ട് ചെയ്ത സമയത്തും അവിനാഷിന് പല കാര്യങ്ങളും പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ കേസിലായതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. അപ്പം അതാ പറഞ്ഞത് ഞാനൊന്നും പറയാത്തത്. അല്ലാണ്ട് ഞാൻ ഈ ഒരു വിഷയത്തോടു കൂടി ഈ ടോപ്പിക്ക് വിട്ടുപോയി എന്നും നിങ്ങൾ കരുതരുത്. പിന്നെന്താ പറഞ്ഞത്, എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും. അത് തന്നെയാണ് അവിനാഷിനോട് പറയാനുള്ളത്. അവിനാഷ്, യു ഡിസേർവ് സംതിങ് ബെറ്റർ. ഈ പെർട്ടിക്കുലർ പെൺകുട്ടീനേക്കാളും എത്രയോ നല്ലൊരു പെൺകുട്ടി അവിനാഷിന് ഡിസേർവ് ചെയ്ത് ഈ ലോകത്ത് നിൽക്കുന്നുണ്ട്. അവിനാഷിൻ്റെ ആ പഴയ വീഡിയോ ഞാൻ മൂപ്പൻ്റെ ചാനലിൽ കണ്ടപ്പം ശരിക്കും എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അത്രത്തോളം ഈ പെൺകുട്ടീനെ ലവ് ചെയ്ത് കെയർ ചെയ്ത് പാമ്പർ ചെയ്താണ് കൊണ്ടുപോയത്. അന്നേ പറയുന്നുണ്ട് ഇവളെ പഠിപ്പിക്കണം, നല്ല നിലയിൽ എത്തിക്കണം. അപ്പം നല്ല നിലയിൽ എത്തിച്ചതിൻ്റെ ഭാഗമായി അബുദാബിയിൽ എത്തിയ സമയമാണ് അവിനാഷിനെ മറന്ന് ആളുടെ കൂടെ പോയത്. നമ്മൾ ഈ പേഷ്യൻസിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ സമയം പറയുന്നൊരു സിൻഡ്രം ഉണ്ട്, ഒത്തല്ലോ സിൻഡ്രം എന്നാണ് ആ സിൻഡ്രത്തിൻ്റെ പേര്. ഇന്ന് അതിൻ്റെ പേരൊക്കെ മാറി ഡെലൂഷൻ ഓഫ് ജലസി എന്നൊക്കെയാണ് പറയുക. എന്ന് വെച്ചാൽ ഈ എന്താ പറയുക, ഈ ആ ഒതല്ലോ സിൻഡ്രത്തിൻ്റെ ഫിക്സഡ് ഫോൾസ് ബിലീഫ് എന്നൊക്കെയാണ് പറയാം. ഒതല്ലോ സിൻഡ്രത്തിൻ്റെ പുറത്ത് ഒരു കഥയുണ്ട്. ഒതല്ലോ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മന്ത്രിയുടെ മോളുമായിട്ട് ഒളിച്ചോടുകയാണ്. അപ്പോൾ ഈ ഒളിച്ചോടുന്ന സമയത്ത് വളരെ വിഷമത്തോടു കൂടി ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇവൾ ഇത്രയും കാലം വളർത്തിക്കൊണ്ട് വന്ന എന്നെ മറന്ന് ഇവൾ നിൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നാളെ അവൾ നിന്നെ മറന്ന് മറ്റൊരുത്തൻ്റെ കൂടെ പോകുന്നു. അങ്ങനെ അത് ഫ്രണ്ടോട്ട് പോകുന്ന സമയം ഈ ഒതല്ലോ എന്ന് പറയുന്ന കഥാപാത്രം ഡെസ്റ്റിമൺ എന്ന് പറയുന്ന ലേഡീനെ കൊല്ലുന്നൊക്കെ കേസൊക്കെയാണ് വരുന്നത്. ഇവിടെ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. വേറൊരുത്തനെ കിട്ടിയ സമയത്ത് നമ്മുടെ അവിനാഷിനെ മറന്ന് ഈ ലേഡി പോയിട്ടുണ്ടെങ്കിൽ അതിലും വലിയൊരാളെ കിട്ടുമ്പം പോവില്ല എന്ന് എന്താ ഉറപ്പ്? സോ അവിനാഷ്, യു ആർ ലക്കി. ഇനിയും അവിനാഷിന് നല്ലൊരു ലൈഫുണ്ട്, നല്ലൊരു ഭാവി ഉണ്ട്, നല്ല നിലയിലെത്താൻ പറ്റും. ഇവിടം കൊണ്ട് ഈ വിഷയം വിടുക. ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ്, ഒഴിവാക്കലെങ്കിൽ ഒഴിവാക്കൽ, ആളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകാം. ഇവർ പറയുന്നത് പോലെ ട്രാവൽ വ്ളോഗ് ആണെങ്കിലും ഫാമിലി വ്ളോഗ് ആണെങ്കിലും ടോപ്പിക് ആണെങ്കിലും എന്തൊക്കെയൊക്കെ യൂട്യൂബിലിട്ട് നല്ല റീച്ച് പോയി നല്ലൊരു ലൈഫിലോട്ട് എത്താൻ സാധിക്കട്ടെ. ആൻഡ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞൊരു സാധനമുണ്ട്, ഇവരുടെ ചാനലിൽ കണ്ട ഒരു പഴയ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് ഇന്നലെ നമ്മളിട്ട വീഡിയോക്കകത്ത് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അത് നമ്മുടെ സ്വാതിക്കെതിരെ. സ്വാതി എന്നല്ല ഞാൻ അവളെ വിളിക്കുന്നത്, ചക്കര എന്നാണ് വിളിക്കുന്നത്. അവളെ വീട്ടിൽ വിളിക്കുന്ന, അവരുടെ വീട്ടിലൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ചക്കര എന്നാണ്. അപ്പോൾ ചക്കര എന്നാണ് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സ്വാതി എന്ന് പറയുമ്പം എന്തോ ഒരു ഇത് ഫീൽ ചെയ്യുന്നു. അപ്പം അല്ലാതെ എപ്പോഴും എഡി ബോഡി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വീഡിയോയിൽ കാണിക്കുമ്പോൾ എഡി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അത് അതായത്
അത് മോശമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ചക്കര എന്നാണ് വിളിക്കുന്നത്. അപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല, ചക്കര എന്ന് തന്നെയാണ് അവിടെ പേര്. കുറേ വീഡിയോ ഇട്ടപ്പോഴേ, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടപ്പം ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തായിരുന്നു. എന്താണ്, കുറച്ച് പേരൊക്കെ നിൻ്റെ സൗന്ദര്യത്തിന് ചേർന്നതല്ല, അങ്ങനെയാണ്, പിന്നെ കുരങ്ങിയാണ്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയൊക്കെ ആയിട്ടാണ് ഈ പെർട്ടിക്കുലർ വീഡിയോയുടെ ടൈറ്റിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ എന്ത് വേണേം പറഞ്ഞോളൂ, ചക്കരേനൊന്നും പറയരുത് എന്നുള്ളത്. ഇപ്പം സ്വാതി എന്ന് പറയുന്ന വൈഫിനെ അവിനാശ് വിളിക്കുന്നത് ചക്കര എന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ കംപ്ലീറ്റ് കണ്ടത് വെച്ച് ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഒരുമിച്ചുള്ള വീഡിയോ ഇട്ട സമയത്ത് ആ വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻറ്റ് വന്നു. അവിനാശെ, നിനക്ക് ഇതിലും സൗന്ദര്യമുള്ള എത്രയോ നല്ല പെൺകുട്ടീനെ കിട്ടും, നീ എന്തിനാണ് ഇങ്ങനത്തെ ഒരുത്തീനെ നോക്കിയത്? പിന്നെ കുറേ പേര് ഈ പെർട്ടിക്കുലർ പെൺകുട്ടീനെ കുരങ്ങൻ എന്നൊക്കെ കമൻറ്റ് ഇട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ണിനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ഞാൻ സ്വാതി എന്ന് പറയുന്ന പെൺകുട്ടീനെ ബേസിക്കലി കാണുന്നത് ഇപ്പോൾ റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോ, അത് വെച്ച് നോക്കുമ്പോൾ ആളുടെ ഫേസ് ഇതിൽ ഭയങ്കരം വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരുപാട് കമൻറ്റ് കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അവിനാശ് വന്നിട്ട് വളരെ മാന്യമായിട്ട് പറയുന്ന ചില മറുപടികളുണ്ട്. ഈ മറുപടി കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിനാശിന് എത്രത്തോളം സപ്പോർട്ടേഴ്സ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. കാരണം അത്രയ്ക്ക് സപ്പോർട്ടാണ്. അവി എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോൻ്റെ താഴെ ഇപ്പോഴും, ഞാൻ 2 ദിവസം 3 ദിവസം മുമ്പ് ഇട്ട വീഡിയോന് ഇപ്പോഴും കമൻറ്റ് വരുന്നുണ്ട്. അത്രത്തോളം സപ്പോർട്ട് വരാനുള്ളൊരു കാരണം എന്താണെന്നുള്ളത് അടുത്ത ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് പറ്റിയത് ആളല്ല, അതിൻ്റെ അത്രയും ഗ്ലാമർ ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് കമൻറ്റ് വന്ന്. ഒരുപാടെന്ന് വെച്ചാൽ 3-4-5 പേര് അങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ ഇവളെ ഒന്നും പറയരുത്. കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, നമ്മുടെ വീട്ടുകാരെ ഒന്നും പറയില്ല. കാരണം എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല സൗന്ദര്യത്തിൽ എനിക്ക് എന്താണ് കുറവോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. സൗന്ദര്യത്തിൽ ഞാൻ അധികം സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ നിറം നോക്കിയല്ല ഞാൻ ആരോടും കൂട്ടുവിടുന്നേ അല്ലാതെ. ഇപ്പോൾ നമ്മൾ എനിക്ക് എന്താണ് കറുപ്പ് വെളുപ്പെന്നൊന്നും. എന്ത് നല്ല മറുപടി അവിനാശ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ സ്വാധീനോടുള്ള ഫുൾ സ്നേഹം നമുക്ക് ഈ വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റും. ഞാൻ സൗന്ദര്യം നോക്കിയിട്ടല്ല ഞാൻ ഒരാളെ സ്നേഹിച്ചത്, എനിക്ക് കറുപ്പ് വെളുപ്പ് ഒന്നുമില്ല, എനിക്ക് സൗന്ദര്യം എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല, ഞാൻ അവളുടെ മനസ്സ് കണ്ടിട്ടാണ് ഞാൻ സ്നേഹിച്ചിട്ടുള്ളത്. നിങ്ങളോട് എനിക്ക് വളരെ റെസ്പെക്റ്റോടു കൂടി പറയാം, നിങ്ങൾ എന്ത് വേണേൽ പറഞ്ഞോളൂ, എന്ത് കമൻറ്റ് വേണേൽ ഇട്ടോളൂ, എന്ത് വേണേലും ചെയ്തോളൂ, പക്ഷെ ഒരിക്കലും എൻ്റെ സ്വാധീനം എന്ത് ചെയ്യരുത്, നിങ്ങൾ പറയരുത്. എന്ത് പവിത്രമായ സ്നേഹമാണ്, എന്ത് അടിപൊളിയായിട്ടാണ് പെൺകുട്ടീനെ സ്നേഹിച്ചത്, എന്ത് അടിപൊളിയായിട്ടാണ് പെൺകുട്ടീനെ കെയർ ചെയ്തത്. ഈ സ്നേഹവും കെയറിങ് ഒക്കെ മറന്ന് ഇന്നലെ കണ്ട ഒരുത്തൻ്റെ കൂടെ പോകാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. ഞാനിവർ ഈ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് അവിനാശ് മാത്രമാണ് വന്ന് പറഞ്ഞതെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. പക്ഷേ ആ പെർട്ടിക്കുലർ അവരുടെ ഫേമിൽ നിന്ന് വ്യക്തികൾ വരെ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, അവിനാശ് വരുന്നത് അറിഞ്ഞപ്പം ഇവളോടൊന്ന് ദുബായിലോട്ട് മുങ്ങാൻ നോക്കിയെന്നും അവരുടെ ഫേമിൽ വർക്ക് ചെയ്തൊരു ചെക്കൻ്റെ കൂടെയാണ് ഇവൾ പോയിട്ടുള്ളത് എന്നൊക്കെ അവർ പറയുമ്പം കുറച്ചും കൂടെ ജെനുവിനിറ്റി ഈ കഥയിലുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇത്രത്തോളം നിങ്ങളെ സ്നേഹിച്ച് കെയർ ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ച ഒരു മനുഷ്യനെ ഒന്ന് പുറത്തെത്തി 4 ആളെ കണ്ടപ്പോഴേക്ക് മറക്കാൻ എങ്ങനെ സാധിച്ചു സ്വാതി നിങ്ങൾക്ക്? പണത്തിന് മുകളിൽ പരുന്തും മറക്കില്ല എന്നാ? കുറച്ച് പണം കിട്ടിയത് കൊണ്ടാണോ? അല്ലെങ്കിൽ താങ്കൾ ഈ ദൂരത്തും അവൻ ആ ദൂരത്തും നിന്നപ്പോൾ താങ്കളുടെ ചില ആവശ്യങ്ങൾ നിറവേറ്റാത്തത് കൊണ്ടാണോ? അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. ഇത് നിങ്ങൾ അറിയാത്ത കുറേ കഥകളുണ്ട്, എല്ലാം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു വീഡിയോ കൊണ്ടൊന്നും നിൽക്കില്ലെന്നേ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ദയവ് ചെയ്ത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഇവളെ ഒന്നും പറയാതിരിക്കുക. ഒരാളെ അവരുടെ കളറോ അല്ലെന്നുണ്ടെങ്കിൽ സൗന്ദര്യമോ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് തോന്നുന്നില്ല, ആള് സുന്ദരിയല്ലേ? അതെ, സുന്ദരിയാണ്. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇവർക്ക് ഇനി ക്ലാസ് ഉണ്ട്, അപ്പോൾ ക്ലാസ്സിന് പോട്ടെ. അവൾ കുഴപ്പമില്ലാതെ, അതായത് നല്ലപോലെ പഠിക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ആയാലും അവളെ പഠിപ്പിച്ചിരിക്കും. അപ്പം എനിക്ക് പിന്നെ വേറെ കാര്യം പറയാനുള്ളത് നമ്മുടെ ഡിയോയുടെ കാര്യങ്ങളൊക്കെയാണ്. അത് എന്ത് ഇന്നസെൻ്റ് ആയിട്ടല്ലേ ആള് സംസാരിച്ചിട്ടുള്ളത്. അവൾക്ക് ക്ലാസ് ഉണ്ട്, അവൾ ക്ലാസ്സിന് പോട്ടെ, എന്താ എൻ്റെ പെണ്ണ് സുന്ദരിയല്ലേ എന്നുള്ളത്. ഇതൊക്കെ കാണാൻ മനസ്സിലാക്കണം. ഇതൊന്നും കാണാൻ പറ്റാണ്ട് ജീവിച്ചിട്ട് കാര്യമില്ല. മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് മനുഷ്യപ്പറ്റും കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളെയാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുക. മൃഗങ്ങളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താ? മൃഗങ്ങൾക്ക് തോന്നുന്നിടത്ത് തോന്നുന്ന നേരം തോന്നുന്ന രീതിയിൽ ചെയ്യും. അവർക്ക് അവരുടെ ഇടയിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വളരെ കുറവാണ്. മൃഗങ്ങൾ തമ്മിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇവിടെ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഈ കമ്മിറ്റ്മെൻറ്റും ഈ സ്നേഹബന്ധവും ഈ ചേർത്ത് നിർത്തലും ഒക്കെയാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളൊക്കെ എന്തിനു എന്നൊന്ന് ആലോചിച്ച് നോക്ക്. പണം, പ്രതാപം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഇന്ന് വരെ നാളെ പോവും, എപ്പോൾ വേണമെങ്കിലും പോവാം. നമ്മളൊന്ന് കാല് ഒടിഞ്ഞ് കടന്നാൽ നമ്മളെ നോക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്യൻ്റെ പുരുഷൻ്റെ പെണ്ണിനെ സ്നേഹിക്കുന്ന ഒരുത്തൻ്റെ ഒരു ആത്മാർത്ഥത ഒന്ന് ചിന്തിച്ചു നോക്ക്. അവൾ ഓൾറെഡി കല്യാണം കഴിച്ച് നിൽക്കുന്ന ഒരു പെണ്ണ, അവളെ പ്രണയിക്കുന്നവൻ്റെ ആത്മാർത്ഥത നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഇങ്ങനെ പ്രണയിക്കുന്ന
ഒരുത്തൻ്റെ കൂടെ എത്ര കാലം നമുക്ക് സെക്യൂറായി ജീവിക്കാൻ പറ്റും? ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, ഫിസിക്കലിയോ മെൻ്റലിയോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് അത്രത്തോളം സ്നേഹമുള്ള, നിങ്ങൾ എത്രത്തോളം കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ സാധിക്കൂ. അതൊന്ന് മനസ്സിൽ വെക്കണം. ബാക്കി എല്ലാത്തിൻ്റെ പുറകെ പോകുന്ന സമയം. സോ അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ.